കൊറിയൻ സിനിമകൾ, കൊറിയൻ മ്യൂസിക് ബാൻഡ്, കൊറിയൻ സ്കിൻ കെയർ, അങ്ങനെ സർവത്ര കൊറിയൻ മയം. സൗത്ത് കൊറിയ എങ്ങനെയാണ് ലോകത്തിലെ കൾച്ചറൽ മാർക്കറ്റ് കൈപ്പിടിയിലാക്കിയത്? എന്തുകൊണ്ട് കൊറിയയിൽ നിന്നും വയലന്റ് സിനിമകൾ ഉണ്ടാകുന്നു? കൾച്ചറൽ മാർക്കറ്റിലൂടെ സൗത്ത് കൊറിയ സാമ്പത്തികമായി മുന്നേറി തായ്വാൻ, സിംഗപ്പൂർ, ഹോങ്കോങ് തുടങ്ങിയ ഏഷ്യൻ ടൈഗേഴ്സിന്റെ പട്ടികയിലെത്തിയത് എങ്ങനെയാണ്? ഈ വിഷയമാണ് ഇന്ന് പ്രിയമത ടോക്സ് അവതരിപ്പിക്കുന്നത്. 1950 മുതൽ 53 വരെ നീണ്ടുനിന്ന കൊറിയൻ യുദ്ധം സൗത്ത് കൊറിയ ഒരു ദരിദ്ര രാജ്യമാക്കി. ഇന്ന് ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളായ സൊമാലിയുടെയും ഹെയ്തിയുടെയും GDP കുറവായിരുന്നു അന്നത്തെ സൗത്ത് കൊറിയയുടെ GDP. വർഷങ്ങളായി പലരായി കൈമാറി വന്ന സ്വേച്ഛാധിപത്യ ഭരണം സൗത്ത് കൊറിയയുടെ ഇക്കണോമിയെ തകർത്ത് തരിപ്പണമാക്കി. 1962 അന്നത്തെ കൊറിയൻ പ്രസിഡന്റ് പാർക്ക് ജോജി മോഷൻ പിക്ചർ നിയമം കൊണ്ടുവന്നു. ഈ നിയമപ്രകാരം സിനിമാ നിർമ്മാണത്തിന് മുന്നേ സ്ക്രിപ്റ്റ് സർക്കാരിനെ കാണിക്കണം. സിനിമ നിർമ്മിച്ചതിന് ശേഷം സ്ക്രിപ്റ്റിലുള്ളതുപോലെയാണോ സിനിമ ചെയ്തിരിക്കുന്നതെന്ന് സർക്കാർ പരിശോധിക്കും. മാർഷൽ ആർട്സ്, മെലോഡ്രാമ, പ്രൊപ്പഗൻഡ പടങ്ങൾ, ഹോസ്റ്റസ് പടങ്ങൾ എന്ന പേരിൽ പടങ്ങൾക്ക് വരെ പ്രദർശനാനുമതി നൽകിയിരുന്നു. എന്നാൽ രാജ്യത്തെ പ്രശ്നങ്ങളെ തുറന്നു കാട്ടുന്ന സോഷ്യോ പൊളിറ്റിക്കൽ പടങ്ങൾ നിരോധിച്ചിരുന്നു. ഇതിനു പുറമെ മോറൽ സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഫോറിൻ സംഗീതവും നിരോധിച്ചു. എന്നാൽ 1993 ജുറാസിക് പാർക്കിന്റെ റിലീസോടെയാണ് വലിയ വഴിത്തിരിവുണ്ടായത്. സൗത്ത് കൊറിയയിലെ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുപ്രകാരം 1.1 മില്യൺ ഹുണ്ടായി കാറുകൾ വിറ്റതിനേക്കാൾ റവന്യൂ ആണ് ജുറാസിക് പാർക്കിലൂടെ രാജ്യത്തിന് ലഭിച്ചത്. ഇതോടെ മീഡിയ ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് സർക്കാരിന് ചിന്തയുണ്ടായി. 93 പുറത്തിറങ്ങിയ C.J എന്ന ചിത്രം ആ വർഷം റിലീസ് ചെയ്ത ഹോളിവുഡ് ചിത്രങ്ങളെക്കാൾ കളക്ഷൻ നേടി. ഇതോടെ മീഡിയ ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ സർക്കാരിന് ബോധ്യപ്പെട്ടു. എന്തുകൊണ്ട് കൊറിയൻ കൾച്ചറിനെ എക്സ്പോർട്ട് ചെയ്തുകൂടാ എന്ന ചർച്ചകൾക്ക് തുടക്കമിട്ടു. അക്കാലത്ത് സൗത്ത് കൊറിയയുടെ ഭൂരിഭാഗം ബിസിനസ്സുകളും കൈയടക്കിയിരുന്നത് കയോബോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പുകളാണ്. അതായത് ഈ ലാർജ് ഫാമിലി ബിസിനസ് ഗ്രൂപ്പ്സ്. എക്സ്പോർട്ട് ബിസിനസ്സിലൂടെയാണ് ദാരിദ്ര്യത്തിൽ നിന്നും സൗത്ത് കൊറിയ പതിയെ കയ്യേറി തുടങ്ങിയത്. കൊറിയൻ കൾച്ചറൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി സർക്കാർ കൾച്ചറൽ ഇൻഡസ്ട്രി ബ്യൂറോ തുടങ്ങി. ഔട്ട്ഡേറ്റഡ് ആയ മോഷൻ പിക്ചർ ലാ എടുത്തുമാറ്റി 96 ന്യൂ ഫിലിം പ്രൊമോഷൻ ലാ കൊണ്ടുവന്നു. ഇതോടെ ഫിലിം മേക്കേഴ്സിന് സർഗാത്മക സ്വാതന്ത്ര്യം ലഭിച്ചു. ഓഡിയൻസ് പ്രിഫറൻസ് അറിയുവാനായി മാർക്കറ്റ് റിസർച്ച് നടത്തി. കയോബോൾസ് ഗ്രൂപ്പിൽപ്പെട്ട സാംസങ് ഷിരി എന്ന പേരിൽ ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു കൊറിയൻ സിനിമ ഇറക്കി. ആ സമയത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു ഷിരി. കയോബോൾസ് ഗ്രൂപ്പിൽപ്പെട്ട സാംസങ് ആയിരുന്നു ഷിറിയുടെ നിർമ്മാണം. അക്കാലത്തെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി ടൈറ്റാനിക്കിനേക്കാൾ കളക്ഷൻ സൗത്ത് കൊറിയയിൽ ഷിരി നേടി. അതോടെ രാജ്യത്തിന് പുറത്തും സിനിമകൾ പ്രദർശിപ്പിക്കുവാൻ സർക്കാർ ഫിലിം പ്രൊഡക്ഷൻ കമ്പനികളെ പ്രോത്സാഹിപ്പിച്ചു. കൾച്ചറൽ ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയ പ്രസിഡന്റ് കിം തേ ജങ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ റോ മൂ ഹൈന്റെ കാലത്താണ് കൊറിയയിൽ കൾച്ചറൽ റെവല്യൂഷൻ നടക്കുന്നത്. സിനിമയിൽ സെൻസറിംഗ് മാറ്റി ഏജ് റേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. 2024 രാജ്യത്തെ എല്ലാ വീടുകളിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ കിട്ടിത്തുടങ്ങി. കൾച്ചറൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ വിപ്ലവം കൊണ്ടാണ് പാരസൈറ്റ് പോലുള്ള സിനിമകൾ സൗത്ത് കൊറിയയിൽ നിന്നും ഉണ്ടായത്. ഓസ്കാർ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് ഇതര സിനിമയാണ് പാരസൈറ്റ്. സൗത്ത് കൊറിയയിലെ എക്സ്ട്രീം ഇൻഇക്വാലിറ്റിയാണ് സിനിമയുടെ പ്രമേയം. എന്നാൽ സംവിധായകൻ ബോ ജൂൺ ഹോ രാജ്യത്തെ ഇൻസൾട്ട് ചെയ്തെന്ന് ആരും പരാതിപ്പെട്ടില്ല. മോസ്റ്റ് കൊറിയൻ സ്റ്റോറി എന്നായിരുന്നു പ്രസിഡന്റ് മൂൺ ഹ്യൂൻ സിനിമയെ വിശേഷിപ്പിച്ചത്. 90കളിൽ കൊറിയയിൽ 386 ജനറേഷൻ എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. 60കളിൽ ജനിച്ച 80കളിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റിലൊക്കെ ഇവർ പങ്കെടുത്തിരുന്നു. 90കളിൽ 30 വയസ്സായ ഇവർ രാജ്യത്തിന് പുറത്ത് സഞ്ചരിക്കുവാൻ തുടങ്ങി. അന്യരാജ്യങ്ങളിലേക്കുള്ള ട്രാവൽ ബാൻ നീങ്ങിയതിനെ തുടർന്നാണ് ഇത് സംഭവിച്ചത്. അതോടെ യാത്രകൾ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തി. ഈ ജനറേഷനിൽപ്പെട്ടവരാണ് പാരസൈറ്റ് സംവിധാനം ചെയ്ത ബൂൺ ജോ ഹുങ്ങും കിം കിദുക്കും. അങ്ങനെ കൊറിയൻ വേവ് സർവ്വ മേഖലകളിലും വ്യാപിച്ചു. സ്ക്വിഡ് ഗെയിംസ് നെറ്റ്ഫ്ലിക്സിന്റെ ടോപ്പ് റേറ്റിംഗ് സീരീസ് ആയി. മിടുക്കരായ 7 ആൺകുട്ടികളുടെ സംഘമായ BTS ലോകം മുഴുവൻ ആരാധകരെ കൊണ്ട് നേടി. അതുപോലെയാണ് 4 പെൺകുട്ടികളുടെ സംഘമായ ബ്ലാക്ക് പിങ്കും. ഇതെല്ലാം കൊറിയ ഒരു കൾച്ചറൽ സൂപ്പർ പവർ ആക്കി. എന്നാൽ സൗത്ത് കൊറിയയ്ക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. ആ മുഖമാണ് ഓൾഡ് ബോയ്, പാരസൈറ്റ്, സ്ക്വിഡ് ഗെയിംസിലൂടെ തെളിയുന്നത്. എന്തുകൊണ്ട് കൊറിയയിൽ നിന്നും വയലന്റ് സിനിമകൾ ഇറങ്ങുന്നു എന്നതിനുള്ള ഉത്തരം കൂടിയാണ് ഈ സിനിമകളുടെയും സീരീസുകളുടെയും പ്രമേയം. ഈ 3 സിനിമകളുടെയും വില്ലന്മാർ അൾട്രാ റിച്ച് ആയിരിക്കും. എന്നാൽ നായകന്മാർ ദരിദ്ര സാഹചര്യത്തിൽ ജീവിക്കുന്നവരും. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറവുള്ള രാജ്യമാണ് സൗത്ത് കൊറിയ.
ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് സർജറി നടക്കുന്നതും സൗത്ത് കൊറിയയിലാണ്. എക്സ്ട്രീമിലി കോമ്പറ്റീറ്റീവായ അന്തരീക്ഷത്തിൽ കൊറിയക്കാർ ശ്വാസം മുട്ടുകയാണ്. ഒരു ആവറേജ് വ്യക്തി രാജ്യത്ത് നേരിടുന്ന വെറുപ്പും അവഗണനയും അസഹനീയമാണ്. ഒരുത്തരെ ചവിട്ടിയിട്ട് പരസ്പരം പോരാടിയും ഒരു നാർസിസ്റ്റിക് സൊസൈറ്റിയാണ് കൊറിയയിൽ ഇപ്പോൾ ഉള്ളത്. ഇത്തരം ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരുടെ ഇന്റേണൽ വേൾഡാണ് ഈ സിനിമകളിലൊക്കെ കാണുന്നത്. അധികാരത്തിന് വേണ്ടിയുള്ള അവരുടെ പോരാട്ടമാണ് വയലൻസായി അവശേഷിക്കുന്നത്. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ, ടേക്ക് കെയർ, താങ്ക്സ്.